സോ ഈ വീഡിയോയിൽ വൺ പീസിൻ്റെ ലേറ്റസ്റ്റ് ചാപ്റ്ററുടെ സ്പോയിലേഴ്സ് ഉണ്ട്. സോ നിങ്ങൾ മാങ്ക കോട്ടപ്പ് അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ സ്പോയിലർ വാണി. ഒഹായ മിന്ന, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇറ്റ്സ് മീ അപ്പൂസൻ. എന്ന് നമ്മൾ വൺ പീസ് 1113 പറ്റി സംസാരിക്കാൻ പോവാം. ആൻഡ് എൻ്റെ അതിനോട് റിലേറ്റഡ് ആയിട്ടൊരു തിയറിനെ പറ്റി സംസാരിക്കാൻ പോവാം. ബട്ട് അതിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും ഇങ്ങനത്തെ ആനിമേ കോണ്ടന്റ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യൂ. ബിക്കോസ് ഞാൻ അവിടെയും കുറേ ആക്റ്റീവ് ആവാൻ പോവാം. സോ ടു ദ തിയറി. സോ പിന്നെ ഒരു സ്പോയിലർ വാർണിംഗ്. ബട്ട് ഈ ചാപ്റ്ററിൽ വെഗപ്പങ് റിവീൽ ചെയ്യുന്നുണ്ട് ദാറ്റ് വൺ പീസ് ദ വേൾഡ് മെല്ലെ സിങ്ക് ആവുന്നുണ്ട്. ആൻഡ് ഇതിന് മുന്നേ അവൻ വേറൊരു കാര്യം പറയുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് ഐ വോണ്ട് വാണ്ട് ടു ജഡ്ജ് ദിസ് ക്യാരക്ടർ ബിക്കോസ് ഐ നോ സോ ലിറ്റിൽ ഓഫ് ഹിം. അങ്ങനെ എന്തോ പറയുന്നുണ്ട്. ഞാൻ ഇവിടെ എന്തായാലും അതിൻ്റെ ഒരു മാങ്കിയത്തത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഹിം എന്നിട്ട് ഹൂ ഈസ് ഹിം ഈ സിറ്റുവേഷനിൽ. അപ്പം ഞാനും പിന്നെ മെജോറിറ്റി ഓഫ് ദ വൺ പീസ് കമ്മ്യൂണിറ്റി ബിലീവ് ചെയ്യുന്നത് ഇത് ഈമു ആണ് എന്നാണ്. ആൻഡ് ഈ ഒറ്റ ഇൻഫർമേഷൻ മേക്സ് എ ലോട്ട് ഓഫ് സെൻസ്. നമുക്കറിയാം കുറേ ചാപ്റ്റേഴ്സ് മുന്നേ ഈമു ലുലൂഷ്യ കിങ്ഡം അറ്റാക്ക് ചെയ്തു ഒരു വെപ്പൺ യൂസ് ചെയ്തിട്ട്. ആൻഡ് ഇതിൻ്റെ കാരണം അവിടെ ഒരു വലിയൊരു ഹോളുമായി. ആൻഡ് ആ ചാപ്റ്ററിൽ എഴുതിയിട്ടുണ്ട് ദാറ്റ് സീ ലെവൽസ് 1 മീറ്ററിൽ റൈസ് ചെയ്തു. ഓക്കെ. ആൻഡ് ഈമു ഇതിന് പ്രോബ്ലി യൂസ് ചെയ്തൊരു ഏൻഷ്യൻറ്റ് വെപ്പണാണ്. കൂടുതൽ അത് ഉറാനസ് ആവാനാണ് കാരണം. ബിക്കോസ് നമുക്ക് മറ്റേ 2 ഏൻഷ്യൻറ്റ് വെപ്പൺ എവിടേക്ക് അറിയാം. ഒന്ന് പൊസൈഡൺ നമുക്കറിയാം ഷിറഹോഷിയാണെന്ന്. ആൻഡ് പ്ലൂട്ടോ നമുക്കറിയാം വാനോൻ്റെ ഉള്ളിലാണ്. സോ ഇതെന്തായാലും ഉറാനസ് ആവാനാണ് ചാൻസ്. അപ്പോൾ ഇതിൻ്റെ തിയറി ആസ്പെക്റ്റിലോട്ട് പോകുന്നതിന് വേണ്ടി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ തരണം. ഇതുവരെ ഈമു ഈ വെപ്പൺ വേറെ എവിടെ എന്താ ഉപയോഗിക്കാനാണ്? സോ നമുക്ക് അതിനൊരു ആൻസർ ഉണ്ട്. ഈ മെഷീൻ അല്ലെങ്കിൽ ഈ ഉറാനസ് ഉപയോഗിക്കാനായിട്ട് മദർ ഫ്ലെയിം എന്ന് പറഞ്ഞിട്ടൊരു ഫ്യൂവൽ വേണം. നമ്മൾ അറിയുന്നുണ്ട് ഇത് യോർക്കാണ് ഗോറസേന് കൊടുക്കണ ഒരു എന്താ പറയുക സെലസ്റ്റിയൽ ഡ്രാഗൺ ആവാനായിട്ട്. ഇമു പ്രോബബ്ലി വെയിറ്റ് ചെയ്യുന്നു വെഗപ്പങ്കിനെ പോലത്തെ ഒരു ഭയങ്കര ഒരു ജീനിയസിന് ഇങ്ങനത്തെ മദർ ഫ്ലെയിം ഉണ്ടാക്കാനായിട്ട്. ബട്ട് വെഗപ്പങ്ക് മദർ ഫ്ലെയിം ഈ മെഷീനായിട്ടാണ് ഉണ്ടാക്കിയത് നമുക്ക് ഒരു ഉറപ്പുമില്ല. അപ്പോൾ നമുക്ക് തിയറിയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ബിലീവ് ചെയ്യുന്നു ഇമു എന്തായാലും ഈ വെപ്പൺ 9000 years ago ഉപയോഗിച്ചിട്ടുണ്ട്. ഇതായിരിക്കും മേ ബി കാരണം വൺ പീസ് ദ വേൾഡ് ഇസ് സോ കവേർഡ് ബൈ വാട്ടർ ആൻഡ് ഐലൻഡ്സ് ഭയങ്കര കുറവാണ്. മേ ബി ഈ ഐലൻഡ്സ് ഒക്കെ പണ്ട് കുറേ ഉണ്ടായിരുന്നു. ആൻഡ് ഇത് വെള്ളത്തിനടിയിൽ പോയി. പിന്നെ വേറൊരു ആസ്പെക്ട് എന്ന് പറയുകയാണെങ്കിൽ വാനോ പണ്ട് ഇത്ര ചെറിയ അല്ലായിരുന്നു. ആൻഡ് വാനോ ഇപ്പോൾ ഭയങ്കര സബ്മേർജ്ഡ് ആണ്. നമ്മളതും ഒരു ചാപ്റ്ററിൽ കാണുന്നുണ്ട്. ആൻഡ് ഇത് വെറും ഒരു ബേസ്ലെസ് തിയറി അല്ല. ബിക്കോസ് നമുക്ക് കാണാം എനിസ് ലോബി ദ ഹോൾ ഇസ് വെരി വെരി സിമിലർ ലുലേഷ്യത്തെ അതേ ഹോൾ പോലെ. സോ നമുക്ക് എന്തായാലും അറിയാം ഉറാനസ് അറ്റ്ലീസ്റ്റ് വൺസ് മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഞാൻ തിയറി ഒന്നുകൂടെ എലാബറേറ്റ് ചെയ്യാം. ഞാൻ എന്താ പറയുന്നതാണെങ്കിൽ ഈമു 9000 years ago ഈ വെപ്പൺ ഏൻഷ്യൻറ്റ് കിങ്ഡം ക്ലവർ മെൻഷൻ ചെയ്ത് അവരുടെ കൂടെ ആ വാറിൽ ഉപയോഗിച്ചു. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ഏൻഷ്യൻറ്റ് കിങ്ഡം എവിടെ അറിയാത്തത്. മേ ബി അത് സിങ്ക് ചെയ്തു. മേ ബി അതായിരുന്നു ചിലപ്പം എനിസ് ലോബി ഉള്ള ഏരിയയിൽ ഉണ്ടായിരുന്നത്. ബട്ട് അത് അവർ ഉപയോഗിച്ചു. ആൻഡ് ഇതിന് കുറേ പ്രൂഫ് ഉണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കറിയാം ഈ സെലസ്റ്റിയൽ ഡ്രാഗൺസും അത് ഈമും ഗൊറേസും ഒക്കെ റെഡ് ലൈൻ്റെ മുകളിലാണ് ഉള്ളത്. സോ അവർ ഈ സീ ലെവൽ റൈസ് ചെയ്താലും അവരെ മെയിൻലി അത് എഫക്റ്റ് ചെയ്യില്ല. അതേപോലെ പിന്നെ ചാപ്റ്റർ 908 ഗാന്ധി ഗോറോസെ ഇമൂനെ മീറ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ മുന്നേ പറയുന്നുണ്ട് ദ വേൾഡ് ഈസ് ഇംബാലൻസ്ഡ് ആൻഡ് ഒരു ഗ്രേറ്റ് ക്ലെൻസിങ്ങിൻ്റെ ആവശ്യമുണ്ട്. സോ ക്ലെൻസിങ് യൂഷ്വലി ഇത് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ വാട്ടർ വെച്ച് ക്ലീൻ ചെയ്യുക അങ്ങനോടൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഉപയോഗിക്കുക. സോ മേ ബി ഈമു വാണ്ട്സ് ടു ക്ലീൻ ദ വേൾഡ് ബൈ ഫ്ലഡിങ് ഇറ്റ്. ആൻഡ് ഇതിനോണ്ട് വേൾഡ് റീസ്റ്റാർട്ട് ചെയ്യാം വിത്ത് ദ പീപ്പിൾ അവൻ്റെ കൂടെ നിൽക്കുന്നത്. ഇതാകുമ്പോൾ അവന് തന്നെ വേൾഡിൻ്റെ ഫുൾ കൺട്രോൾ ഉണ്ടാവും. ആൻഡ് ഈ തിയറി കുറേ ആസ്പെക്ട്സിൽ സെൻസ് വരുത്തുന്നുണ്ട്. മേ ബി ഇതാണ് കാരണം മിങ്സ് സുനീഷ്യൻ്റെ ബാക്കിൽ ഇത്ര ഹൈറ്റിൽ ജീവിക്കുന്നത്. ഓർ ഇതായിരിക്കും ചിലപ്പോൾ കാരണം വാനോ ഇങ്ങനത്തെ വലിയ വാൾസ് ഉണ്ടാക്കിയത്. ആൻഡ് വേറൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ജാപ്പനീസിൽ സീ ഡെവിളിനെ ഉമി എന്നാണ് വിളിക്കുക. ആൻഡ് ഉമി നിങ്ങൾ തിരിച്ചിടുകയാണെങ്കിൽ ഇമു എന്നാണ് വരിക. സോ മേക്സ് മോർ സെൻസ്. ആൻഡ് ഇത് ചെറുതായിട്ട് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് കൺഫേം ആക്കുന്നുണ്ട് ദാറ്റ് ഇമു ആണ് ഫൈനൽ വില്ലൻ, ബ്ലാക്ക് ബിയർഡ് ഒന്നും അല്ല. സോ നിങ്ങൾക്ക് എന്താ ഈ തിയറിനെ പറ്റി തോന്നിയത്? നിങ്ങൾക്ക് ഇതിനെ എഗ്രി ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വ്യൂസ് ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലിടൂ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇറ്റ് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ദാറ്റ്സ് ഇറ്റ്. ബൈ.